നെക്സ്റ്റ് ഈസ് ഇഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഇതാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഇഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഇതെന്താണെന്ന് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് ഇതിന് മുമ്പായിട്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടാമത് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഈ സി എന്ന് പറയുന്നത് അതാണ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്. ഈ സിയിലാണ് റേഡിയേഷൻസ് വരുന്നത്, എത്തുന്നത് സിയിലാണ്. അപ്പോൾ റേഡിയേഷൻ സിയിലെത്തുമ്പോൾ സിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും, എന്നിട്ട് നേരെ എ എന്ന് പറഞ്ഞ പ്ലേറ്റിലോട്ട് പോകും. എയിൽ നമ്മളൊരു ചെറിയൊരു പോസിറ്റീവ് എ എന്ന് പറഞ്ഞ പോയിന്റ്, എ എന്ന് പറഞ്ഞ പ്ലേറ്റിൽ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എയിലൊരു പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുമ്പോൾ എ എന്ന് പറഞ്ഞ പ്ലേറ്റ് പോസിറ്റീവ്ലി ചാർജഡ് ആവും. അപ്പോൾ ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു കറണ്ടിൻ്റെ ഒരു ഫ്ലോ വരുന്നുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ കറണ്ട് ആണ്. നമുക്കിവിടെ ശ്രദ്ധിച്ചിരിക്കണം, നമ്മൾ പൊട്ടൻഷ്യൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ പൊട്ടൻഷ്യലാണ് ഉദ്ദേശിച്ചത്. എ എന്ന് പറഞ്ഞ പ്ലേറ്റിനെ നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ്ലി ചാർജഡ് ആക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജഡ് ആക്കാം. അതിനൊരു ഇവിടെ ബാറ്ററി ഉണ്ട്, ഇവിടെ ഒരു റിവേഴ്സിങ് സ്വിച്ച് ഉണ്ട്. ഇതിൻ്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് വരച്ച് പഠിച്ചാൽ മതി. ഇവിടെ ഒരു റിവേഴ്സിങ് സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എനെ വേണമെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആക്കാം. അപ്പോൾ എയിലുള്ള പൊട്ടൻഷ്യൽ ഞാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിനെ എങ്ങനെ ബാധിക്കും? ഇൻറ്റൻസിറ്റി ഫിക്സഡ് ആണ്. ഈ ലൈറ്റിൻ്റെ സോഴ്സ് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്, അനക്കുന്നില്ല. ഈ ലൈറ്റിൻ്റെ സോഴ്സ് പൊസിഷൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അനക്കുന്നില്ല. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ വേരിയേഷൻ വരും. ഇപ്പം ഞാൻ തൽക്കാലം ഈ ലൈറ്റിൻ്റെ സോഴ്സ് അവിടെ തന്നെ നിർത്തുകയാണ്. അപ്പോൾ ഫോർ എ ഗിവൺ ഇൻറ്റൻസിറ്റിയാണ്, ഫിക്സഡ് ഇൻറ്റൻസിറ്റിയാണ്. ഞാനിവിടെ എയുടെ പൊട്ടൻഷ്യൽ കൂട്ടാണ്, ഇൻക്രീസ് ചെയ്യാണ്. അതിനുവേണ്ടി ഇവിടെ ചെറിയൊരു റിയോസ്റ്റാറ്റ് ഉണ്ട്, മനസ്സിലായല്ലോ. പൊട്ടൻഷ്യോമീറ്ററോ റിയോസ്റ്റാറ്റോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എയുടെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എയുടെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്താലും ഫോട്ടോ കറണ്ട്, അതായത് ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആയിട്ട് വരും. മനസ്സിലായല്ലോ. എയുടെ പൊട്ടൻഷ്യൽ കൂട്ടിയാലും ഫോട്ടോ കറണ്ട് റിമെയിൻസ് സെയിം. ഞാൻ ഗ്രാഫ് കാണിച്ചു തരാം. ഫോർ എ ഗിവൺ ഇൻറ്റൻസിറ്റി, ഇത് വോൾട്ടേജ് ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് എ. വി എന്ന് പറയുന്നത് ഇത് ഫോട്ടോ കറണ്ടാണ്. വി ഐ ഗ്രാഫാണ് പറയുന്നത്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ പ്ലേറ്റിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, നമുക്കത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എയിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടക്കത്തിൽ എയിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എത്ര കൂട്ടിയാലും കറണ്ട് ഫിക്സഡ് ആണ്, കറണ്ട് മാറുന്നില്ല. സാധാരണ കണ്ടക്ടർ അങ്ങനെയല്ലല്ലോ. സാധാരണ ഒരു കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വോൾട്ടേജ് കൂടുന്തോറും കറണ്ട് അതിനനുസരിച്ച് കൂടും. സാറ്റിസ്ഫൈയിങ് ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഞാൻ എത്ര കൂട്ടിയിട്ടും കറണ്ട് ഫിക്സഡ് ആയിട്ടിരിക്കുകയാണ്. മനസ്സിലായാലോ. ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നത്. പക്ഷെ ഇത് എത്ര കൂട്ടിയിട്ടും കറണ്ട് റിമെയിൻസ് സെയിം ആണ് ഫോർ എ ഗിവൺ ഇൻറ്റൻസിറ്റി. ഓക്കെ ആണല്ലോ. ഇനി ഞാനപ്പോൾ എന്ത് ചെയ്തു? ഇനി ഞാൻ എന്താ ചെയ്യണേ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എനെ ഞാൻ പതുക്കെ നെഗറ്റീവ് പൊട്ടൻഷ്യലാക്കിയാണ് ബൈ യൂസിങ് റിവേഴ്സ് സ്വിച്ച്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയണില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഈ സ്വിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റും. റിവേഴ്സിങ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് എയിലുള്ള പൊട്ടൻഷ്യൽ ഞാൻ നെഗറ്റീവ് ആക്കാൻ പോവാണ്. എയിലുള്ള പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആകുമ്പോഴും കുറച്ചൊക്കെ ഇലക്ട്രോൺസ് ഇവിടെ എത്തുന്നുണ്ട്. എയിലുള്ള പ്ലേറ്റ് നെഗറ്റീവ്ലി ചാർജഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസിന് അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി കുറയും, റിപ്പൾസീവ് ഫോഴ്സ് കാരണം. അപ്പോൾ എയിലുള്ള ഇത് നെഗറ്റീവ്ലി ചാർജഡ് ആക്കുമ്പോൾ കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞിട്ട്
ഇവിടെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ എത്തുമ്പോൾ എയിലുള്ള പ്ലേറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എത്തുമ്പോൾ കറണ്ട് സ്റ്റോപ്പ് ആവും. എന്തുകൊണ്ട് കറണ്ട് സ്റ്റോപ്പ് ആവും? ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വന്നു കഴിഞ്ഞാൽ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് പൊട്ടൻഷ്യൽ വന്നാൽ ഇലക്ട്രോൺസിന് അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. റിപ്പൾസീവ് ഫോഴ്സ് ആണ്. റിപ്പൾസീവ് ഫോഴ്സ് കാരണം ഇലക്ട്രോൺസ് അവിടെ തന്നെ സ്റ്റേ ചെയ്യും, ഇങ്ങോട്ട് വരില്ല. അപ്പോൾ സഫിഷ്യൻ്റ്ലി സ്ട്രോങ് ആണ് ഇവിടുത്തെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ. സഫിഷ്യൻ്റ്ലി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിന് ഇവിടെ എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതൊരു നെഗറ്റീവ് നമ്പർ ആണ് കേട്ടോ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് നമ്പർ ആണ്, അത് കണ്ടാൽ അറിയാമല്ലോ, നെഗറ്റീവ് നമ്പർ ആണ്. V0 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. നമ്മൾ സോഴ്സ് അവിടെ നിന്ന് അനക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ക്ലിയർ ആയല്ലോ. നമ്മൾ എങ്ങനെ പൊട്ടൻഷ്യൽ കൂട്ടിയാലും ഫോട്ടോ കറണ്ട് റിമെയിൻസ് സെയിം. ആ റേഡിയേഷൻ കാരണം ഇവിടെ ഇലക്ട്രോൺസ് പോകുന്നുണ്ടല്ലോ, ആ ഫോട്ടോ കറണ്ട് റിമെയിൻസ് സെയിം എത്ര വോൾട്ടേജ് കൂട്ടിയാലും. ഇനി ഞാൻ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആക്കുമ്പോൾ കറണ്ട് പതുക്കെ കുറയാൻ തുടങ്ങും. കാരണം ഇലക്ട്രോൺസിനെ അത് റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഇലക്ട്രോൺസ് വളരെ കുറവെത്തുള്ളൂ. അങ്ങനെ ഗ്രാജുവലി ഒരു പർട്ടിക്കുലർ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഫോട്ടോ കറണ്ട് സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഇൻറ്റൻസിറ്റി, ഞാൻ ഈ സോഴ്സ് കുറച്ചുകൂടി അടുത്തോട്ട് കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ഈ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇൻറ്റൻസിറ്റി കുറച്ച് കൂടിയിട്ടുണ്ട് ഇല്ലേ? ഈ സോഴ്സ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇവിടുത്തെ ബ്രൈറ്റ്നെസ്, ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് കൂടും. നേരത്തെ ചെയ്ത എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യാണ്. അതായത് വോൾട്ടേജ് കൂടുന്നു, അപ്പോൾ കറണ്ടിലുള്ള ചേഞ്ച് നോട്ട് ചെയ്യുന്നു. ഇവിടെയും കറണ്ട് ഫിക്സഡ് ആണ്. എങ്ങനെ വോൾട്ടേജ് കൂട്ടിയാലും കറണ്ട് ഫിക്സഡ് ആണ്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും സ്വല്പം കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. കാരണം ഞാൻ ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ടുണ്ട്. ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൗണ്ട് കൂടും, എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഇൻറ്റൻസിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇലക്ട്രോൺസ് കുറച്ച് കൂടുതൽ എമിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും വോൾട്ടേജ് കൂടിയാലും കറണ്ട് റിമെയിൻ സെയിം ആണ്. ഓംസ് ലോ പോലെയല്ല വരുന്നത്. എത്ര വോൾട്ടേജ് കൂട്ടിയാലും കറണ്ട് സ്റ്റഡിയാണ്. മനസ്സിലായല്ലോ? ഇനി ഞാൻ വോൾട്ടേജ് നെഗറ്റീവ് പൊട്ടൻഷ്യലാക്കുകയാണ്. ഇവിടെ വരുന്ന കറണ്ടിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിന് വരാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഞാൻ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ കറണ്ട് ഗ്രാജുവലി സ്റ്റോപ്പായിട്ട് കുറഞ്ഞ് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ, നേരത്തെ ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ വെച്ച് എത്തുമ്പോൾ കറണ്ട് സ്റ്റോപ്പ് ആവും. ഓക്കെ ആണല്ലോ? കറണ്ട് സ്റ്റോപ്പ് ആവും. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഞാൻ കുറച്ചും കൂടി അടുത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ വേറൊരു ഇൻറ്റൻസിറ്റിയാണ്, ഹയർ ഇൻറ്റൻസിറ്റിയാണ്. അപ്പോഴും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കറണ്ട് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ വോൾട്ടേജ് കൂടിയാലും കറണ്ട് റിമെയിൻ സെയിം. ഞാൻ വോൾട്ടേജ് നെഗറ്റീവ് ആക്കുമ്പോൾ കറണ്ട് കുറയാൻ തുടങ്ങും. അങ്ങനെ ഒരു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്തുമ്പോൾ കറണ്ട് സ്റ്റോപ്പ് ആവും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഇവിടെ ശ്രദ്ധിക്കുക, I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഇൻറ്റൻസിറ്റി കമ്പയർഡ് ടു I2. അതിനേക്കാളും ഇൻറ്റൻസിറ്റി കൂടുതലാണ് I1-ന്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഗ്രാഫ് വരുന്നത്. ഓക്കെ, V0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ.